ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ തിങ്സ്. നമുക്കിന്ന് പേഴ്സണലൈസ്ഡ് ബൾക്ക് ഇമെയിൽ എങ്ങനെ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്യാം എന്ന് നോക്കിയാലോ. അതിന് ആദ്യമായി നമുക്ക് വേണ്ടുന്നത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ആണ്. ഞാൻ ഒരു സാമ്പിൾ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ അക്കൗണ്ടിൽ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബൾക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഈ ഐക്കൺ സെലക്ട് ചെയ്യുക, ഗൂഗിൾ ഷീറ്റിലേക്ക് പോവുക. ഒരു ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ഇതിനായി ഓപ്പൺ ആക്കാം. ഗൂഗിൾ ഷീറ്റിലെ എക്സ്റ്റൻഷൻ ആഡ് ഓൺ ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബൾക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ എക്സ്റ്റൻഷൻ ടാബിലേക്ക് പോകുമ്പോൾ ഈ ആഡ് ഓൺ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് കാണാം. അതിനെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആഡ് ഓൺസ്, ഗെറ്റ് ആഡ് ഓൺസ് ക്ലിക്ക് ചെയ്യുക. നമ്മളിനി എന്ത് ആഡ് ഓൺ ആണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് പറയാം. ഇതിൽ മ്യൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഫോം മ്യൂൾ. ഇതൊരു ഇമെയിൽ മെർജ് യൂട്ടിലിറ്റി പ്ലസ് ബൾക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഈ ഫോം മ്യൂൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഫോം മ്യൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നത് കാണാം. ഇത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക, കണ്ടിന്യൂ. പെർമിഷൻ ചോദിക്കും ഏത് ഇമെയിലിലേക്കാണ് ഈ ഫോം മ്യൂൾ എന്ന് പറയുന്ന ആഡ് ഓൺ ആഡ് ചെയ്യേണ്ടതെന്ന്. അലോ കൊടുക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എക്സ്റ്റൻഷനിൽ ഫോം മ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ഡേറ്റ എടുത്ത് ഇത് എങ്ങനെ സെൻഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ മസ്റ്റായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പേര്, ഒരു മെയിൽ ഐ ഡി, പിന്നെ ഒരു കണ്ടീഷനാണ്. ഇത് കൂടാതെ നമുക്ക് മെയിലിൽ CC ആഡ് ചെയ്യാം, BCC ആഡ് ചെയ്യാം. മെയിലിൽ എക്സ്ട്രാ സ്പെസിഫിക്കേഷൻസ് പലതും പല മെയിൽ ബോഡിയിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് സ്പെസിഫിക് ഡേറ്റ, ഇപ്പോൾ ഞാൻ ഒരു സ്പെസിഫിക് ഡേറ്റ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സ്പെസിഫിക് ഡേറ്റ, 3 സ്പെസിഫിക് ഡേറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിന് കൂടുതൽ മെയിൽ കമ്പോസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കമ്പനികളുടെ പേര്, അവർക്ക് കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഓരോ കമ്പനികൾക്ക് ഓരോ പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. പിന്നെ അവരുടെ മെയിൽ ഐ ഡി. ഞാൻ എക്സാമ്പിൾ കേസ് ആയതുകൊണ്ട് നമ്മുടെ മെയിൽ ഐ ഡി തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേണ്ടുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ മെയിൽ ഐ ഡി കൊടുക്കുക, ഗൂഗിളിന്റെ മെയിൽ ഐ ഡി കൊടുക്കുക, ആമസോണിന്റെ മെയിൽ ഐ ഡി കൊടുക്കുക. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെയിൽ എങ്ങനെ കമ്പോസ് ചെയ്യാമെന്ന് നോക്കാം. എക്സ്റ്റൻഷനിൽ പോവുക, ഫോം മ്യൂൾ സെലക്ട് ചെയ്യുക, ഓപ്പൺ സെലക്ട് ചെയ്യുക. ഫോം മ്യൂളിന്റെ ഇതുപോലൊരു ഓപ്ഷൻ ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇതിൽ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഷീറ്റിലാണ് നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഷീറ്റ് നമ്പർ 1 ആണ്. ഷീറ്റ് നമ്പർ 1 സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റ് ആൻഡ് സെൻഡ് കണ്ടീഷൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മളിവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു ടാബ് കൊടുത്തിരുന്നില്ലേ, അവിടെ എന്ത് ടെക്സ്റ്റ് വന്നാലാണ് നമ്മൾ ഈ മെയിൽ സെൻഡ് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞ സെല്ല് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടൊന്നും കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നള്ള് ടൈപ്പ് ചെയ്യാം. നള്ള് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം മെയിൽ സെൻഡ് ചെയ്താൽ മതി. പകരം നമ്മൾ അവിടെ ഒരു ABC എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. ABC എന്ന് ടൈപ്പ് ചെയ്താണെങ്കിൽ ABC എന്ന് ടൈപ്പ് ചെയ്ത സെല്ലിലേക്ക് ആ റോവുള്ള കണ്ടന്റ് മാത്രമേ മെയിൽ പോവുകയുള്ളൂ. നള്ളിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തു, സേവ് ടെംപ്ലേറ്റ് സെറ്റിംഗ്സ് കൊടുത്തു, അത് സേവ് ആയിരിക്കുന്നത് കാണാം. നെക്സ്റ്റ് എഡിറ്റ് ടെംപ്ലേറ്റ് കൊടുക്കാം. ഇതാണ് നമ്മൾ മെയിൽ ടെംപ്ലേറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ഓരോ ആഡ് ചെയ്യാം, CC ആഡ് ചെയ്യാം, BCC ആഡ് ചെയ്യാം. ഇനി
നമ്മൾ സെൻഡ് ചെയ്ത ആൾക്കാർ റിപ്ലൈ തരികയാണെങ്കിൽ അത് ഏത് മെയിൽ ഐ ഡിയിലേക്ക് പോകണം എന്ന് ആഡ് ചെയ്യാം. സബ്ജക്റ്റ് ലൈൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബോഡി ഓഫ് ദ മെയിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ 2 നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റിലെ കണ്ടന്റ് ഇവിടെ വരുന്നതായിരിക്കും. ഇതിൽ 2ന്റെ അടുത്ത് 2 മെയിൽ ഐ ഡി ആണ് വരേണ്ടത്, നമ്മളത് സെലക്ട് ചെയ്തു. CC അടുത്ത് CC മെയിൽ ഐ ഡി ആണ് വരേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്തു. BCC നമുക്ക് വേണ്ട, നമ്മൾ BCC ബ്ലാങ്ക് ചെയ്തു. റിപ്ലൈ 2 നമുക്ക് വേണ്ട, അത് നമ്മൾ ബ്ലാങ്ക് ചെയ്തു. സബ്ജക്ട് ലൈൻ മാൻഡേറ്ററി ആണ്. സബ്ജക്ട് ലൈൻ നമ്മൾ പറയുക പ്രൊഡക്റ്റ് ലോഞ്ച്. നമ്മൾ എക്സാമ്പിൾ ആയതുകൊണ്ട് പ്രൊഡക്റ്റ് ലോഞ്ച് എന്ന് കൊടുത്തു. പ്രൊഡക്റ്റ് ലോഞ്ച്. നമുക്ക് ഈ പ്രൊഡക്റ്റ് ലോഞ്ചിന്റെ കൂടെ നമ്മൾ ഏത് കമ്പനിക്കാണോ ഈ മെയിൽ അയക്കുന്നത് അതും കൂടെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് ഈ കമ്പനി നെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പ്രൊഡക്റ്റ് ലോഞ്ച് ഹൈഫൺ ആ കമ്പനി നെയിം വരും. ഓക്കെ, ഇനി നമുക്ക് മെയിൽ ബോഡി കമ്പോസ് ചെയ്യാം. ഹായ് നമുക്കിനി കമ്പനി നെയിം കൊടുക്കാം. അവിടെ കമ്പനി നെയിം കൊണ്ട് കമ്പനി നെയിം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്, വ്യക്തിയുടെ പേര് ആഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരാം നെയിം ഓർ കമ്പനി നെയിം, പിന്നെ കമ്പനിയുടെ പേരാണ് വരിക. നമുക്ക് അങ്ങനെ വേണ്ട, ഹായ് കമ്പനി പേര് അത് മാത്രം മതിയെങ്കിൽ ഈ ഇത് ഒഴിവാക്കുക. ഹായ് കമ്പനി നെയിം കോമ നെക്സ്റ്റ് ലൈൻ. നമുക്ക് മെയിൽ ബോഡി കമ്പോസ് ചെയ്യാം. വി ആർ launching a product this week something. ഈ മെയിൽ ബോഡിക്കകത്ത് നമുക്ക് സ്പെസിഫിക്കേഷൻസ് ആഡ് ചെയ്യണം, അതായത് പ്രൊഡക്റ്റ് നെയിം ആഡ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ടൈപ്പ് ചെയ്തു എവിടെയാണോ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ ആഡ് ചെയ്യേണ്ടത് അത് അവിടെ വരുമ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെയും ഈ സ്പെസിഫിക് ഡേറ്റ എന്നുള്ള ഹെഡിങ് വരണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ എനിക്ക് ഹെഡിങ് വേണ്ട, അതുകൊണ്ട് ഞാൻ ഹെഡിങ് ഒഴിവാക്കുകയാണ്. ഇത്രയാണ് എനിക്ക് മെയിൽ ബോഡി വേണ്ടുന്നത്. ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു ഗിവ് റിഗാർഡ്സ് കൊടുക്കണമെങ്കിൽ റിഗാർഡ്സ് ആഡ് ചെയ്യാം. റിഗാർഡ്സ് XXX ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ കമ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇനി സേവ് ആൻഡ് സെൻഡ് ഔട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിന്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ഇതാണ് പ്രിവ്യൂ എന്ന് പറയുമ്പോൾ ടു ആർക്കാണ് പോകുന്നത്, CC ആർക്കാണ് പോകുന്നത്. പ്രോഡക്റ്റ് ലോഞ്ച് ടാറ്റ മോട്ടോഴ്സ്. ഹൈ ടാറ്റ മോട്ടോഴ്സ്, വി ആർ ലോഞ്ചിങ് ദ പ്രോഡക്റ്റ് ഓൺ എക്സാമ്പിൾ ദിസ് പ്രോഡക്റ്റ് റിഗാർഡ്സ് ദിസ് വൺ. ഓക്കെ, നമുക്ക് ഈ ഓരോ ടെംപ്ലേറ്റും വെരിഫൈ ചെയ്യാം. സെൻഡ് നൗ കൊടുക്കാം. സെൻഡായി. നമ്മളെ മെയിൽ സെൻഡായി എന്നുള്ള കൺഫർമേഷൻ ആണ് ഈ വരുന്നത്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ കൺഫർമേഷൻ നമുക്ക് വരില്ല. ഇനി നമ്മൾക്ക് നമ്മുടെ മെയിൽ ഐ ഡി ആണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളെ മെയിൽ ഐ ഡി പോയി ഇത് വെരിഫൈ ചെയ്യാം. നമുക്ക് ഈ മെയിൽ വന്നിട്ടുണ്ടോ, എങ്ങനെയാണ് മെയിൽ വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ മെയിൽ ഐ ഡി എടുത്ത് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് നമ്മൾ അയച്ച മെയിൽ കൊടുത്തു. ഹൈ ടാറ്റ മോട്ടോഴ്സ് കണ്ടോ, പ്രൊഡക്റ്റ് നെയിം ടാറ്റ മോട്ടോഴ്സ്, ഹൈ ടാറ്റ മോട്ടോഴ്സ് ലോഞ്ചിങ് ദ പ്രൊഡക്റ്റ് എക്സാമ്പിൾ പ്രൊഡക്റ്റ്. ഇതുപോലെ നമുക്ക് സ്പെസിഫിക്കേഷൻസ് മെയിൽ കണ്ടന്റിൽ പലയിടത്തായിട്ട് പല സ്പെസിഫിക്കേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് ബൾക്ക് ഇമെയിൽ അയക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഇനി എക്സാമ്പിൾ ആയിട്ട് ഗൂഗിളിന് കൊടുക്കാം. ഹൈ പ്രൊഡക്റ്റ് ലോഞ്ച് ഗൂഗിൾ, ഹൈ ഗൂഗിൾ, പ്രൊഡക്റ്റ് നെയിം 2 ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഓരോ നമ്മളെ കസ്റ്റമേഴ്സിനോ നമ്മളെ ഓരോ എംപ്ലോയീസിനോ അല്ലെങ്കിൽ നമ്മളെ ഏതോ പാർട്ട്നേഴ്സ് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ കസ്റ്റമൈസ്ഡ് ബൾക്ക് ഇമെയിൽസ് അയക്കാൻ കഴിയുന്നതാണ്. ഇതിന്റെ ഒരു നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ടേബിൾ ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്തൊരു മാസ്റ്റർ ബൾക്ക് ടേബിൾ ഉണ്ട്, പലർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അയക്കേണ്ട ഒരു ബൾക്ക് ടേബിൾ ഉണ്ട്. അത് നമുക്കിനി സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിളായി സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തർക്കും അവർക്ക് അയക്കേണ്ട ഡേറ്റ മാത്രം സെലക്ട് ചെയ്ത് അയക്കാൻ ഇതുവഴി കഴിയുന്നതാണ്. അത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞിരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you.